ഇന്ന് ഞങ്ങളുടെ പാറയിലെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ടൈഗർ നെസ്റ്റിലോട്ട് പോകുകയാണ്. നമ്മൾ രാവിലെ തന്നെ പോകണം, കാരണം കുറേ നടന്ന് പോകാനുണ്ട് ടൈഗർ നെസ്റ്റിലേക്ക്. അപ്പോൾ ഞങ്ങൾ നേരത്തെ 7 മണിക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഈ ടൈഗർ നെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭൂട്ടാനൊരു ഫേമസ് ആയ ഒരു സ്പോട്ടാണ്. ഇത് എത്രയോ 10,000 എബോ ഫീറ്റ് മുകളിലുള്ളൊരു ടെമ്പിളാണിത്. ഞങ്ങൾ അവിടെ എത്തി. നമുക്ക് ഇവിടം വരെ വണ്ടി പോകുള്ളൂ, പിന്നെ അങ്ങോട്ട് നടന്നു പോകണം. അതായത് ഒരു മോർ ദാൻ 4 കിലോമീറ്റേഴ്സ് ഉണ്ട് നമുക്ക് ഈ ടൈഗർ നെസ്റ്റിലോട്ട് നടന്നു പോകാൻ. പിന്നെ നടന്നു പോകാൻ പറയുന്നത് ഒരു കുന്നിൻ്റെ മുകളാണ്. ആ മുകളിൽ കാണുന്ന ഒരു ചെറിയൊരു ടെമ്പിളാണ്. ഈ ഒരു സ്ഥലത്തോട് മാത്രമേ നമുക്ക് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതൊരു സ്റ്റീപ്പായിട്ട് ഉള്ളൊരു കുന്നാണ്. നമുക്ക് ഇങ്ങനെ കയറി പോകണം. അത് നല്ല വഴിയും റോഡൊന്നുമല്ല, സാധാ ഒരു മണ്ണിങ്ങനെ ആൾക്കാർ നടന്ന് സെറ്റായ ഒരു വഴി മാത്രമാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് വഴിയുള്ളത്. സാധാരണ റോഡും കാര്യങ്ങളൊന്നുമല്ല. ഇതിന് കുറച്ച് സ്ഥലം വരെ നമുക്ക് കുതിരേനെ എടുത്ത് പോകാൻ പറ്റും. പക്ഷേ അത് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നടന്നു പോകുക തന്നെ വേണം. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ ഈ ഒരു ബെല്ലി വെച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ പഴയ എത്രയോ വർഷങ്ങൾ പഴയതാണെന്ന് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്. എൻ്റെ വള്ളി 80 കൊല്ലം ഇതിങ്ങനെയാണ് കയറണ്ടേ. ഇതത്ര സിമ്പിളായ കാര്യമല്ല. ഡെയിലി എപ്പോഴും കയറുന്നവർക്ക് ഇതൊരു സിമ്പിളായ കാര്യമാണ്. കാരണം ഞങ്ങൾ ഗൈഡൊക്കെ നല്ല സിമ്പിളായിട്ടാണ് കയറി പോകുന്നത്. പക്ഷെ നമുക്കത്ര സിമ്പിളല്ല, കാരണം നമ്മളിങ്ങനെ അധികം ഹൈക്കൊന്നും ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ അത്ര സിമ്പിളൊന്നുമല്ല. ഭയങ്കരമായിട്ട് നമുക്ക് കിതയ്ക്കും, ഇങ്ങനെ ടയേർഡാകും. പിന്നെ ഇങ്ങനത്തെ വഴികൾ മാത്രമല്ലേ ഉള്ളൂ. ഈസി അല്ല, ഭയങ്കര ഡിഫിക്കൽട്ടാണ്. വിചാരിക്കുന്ന പോലെയല്ല കാര്യം, നല്ല ഡിഫിക്കൽട്ടാണ്. കാഫെത്തി കുറച്ച് നേരം ഇരിക്കുക. ഞാൻ മുകളിലാണ് ഈ ടെമ്പിളിലുള്ള അങ്ങോട്ട് പോകണേ. നമ്മൾ ഇനിയും നടന്ന് കാണുന്ന ആ കുഞ്ഞൊരു ടെമ്പിൾ, ആ ഒരു കാണില്ലേ, അവിടെ എത്തണം നമ്മളിനി. പകുതി ആയിട്ടേ ഉള്ളൂ. ഇനി ഇഷ്ടംപോലെ നടക്കാനുണ്ട്, കയറാനും ഉണ്ട്. ഒരു ഹാഫ് പോർഷൻ എത്തിയാൽ അവിടെ ഒരു കഫേ ഉണ്ടത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഒരു കഫേ മാത്രമേ ഉള്ളൂ. ആ കഫേ എത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം ഹാഫ് പോർഷൻ എത്തി എന്നുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് എത്താനായി. സാധാ ഈ പാറയുടെ വെച്ചിട്ടുള്ള സ്റ്റെപ്പുകളാണ്. ഭയങ്കര നമ്മളൊന്ന് കണ്ണെറ്റിയ തലയടിച്ച് പോകുന്ന അങ്ങനത്തെ ടൈപ്പ് സ്റ്റെപ്പുകളാണ്. അപ്പോൾ നന്നായിട്ട് നോക്കിയും കണ്ട് ഇറങ്ങിയില്ലെങ്കിൽ നന്നായിട്ട് തലയടിച്ച് വീഴും. നല്ല പാറയുമാണ്.
നമ്മൾ ടെമ്പിളിൻ്റെ അടുത്ത് എത്തി. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു വഴിയും കൂടിയുണ്ട്. ഇതാണ് ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ച. ആ ടെമ്പിളിൻ്റെ ഉള്ളിൽ പോയി നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് പുറമേ നിന്ന് ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റും. ഇത് അവിടെ എത്തിയിട്ടില്ല, ഇനിയും കുറച്ചുകൂടി നടക്കാനുണ്ട്. ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് നമ്മളെല്ലാം സബ്മിറ്റ് ചെയ്യണം. അതായത് ഫോണ്, ബാഗ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഇത് അമ്പലത്തിൽ തൊട്ട് മുമ്പിലൊരു ചെറിയൊരു വാട്ടർഫോളാണ്. അത്ര വെള്ളമൊന്നുമില്ല ഇപ്പം, കാരണം മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ്. ഇവിടെ നല്ല തണുപ്പാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ. കാരണം നമ്മൾ ഇത്രയും മുകളിലായതുകൊണ്ട് നല്ല തണുപ്പാണ്. ഞങ്ങൾ ടെമ്പിൾ കയറി തിരിച്ച് വന്നു. ഞങ്ങൾ അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മൾ എന്താ പറയുക, നല്ലോണം ടയേർഡാകും. പക്ഷേ നമ്മൾ അത്രയും കയറിയതിനൊരു വേർത്ത് ഉണ്ട്. നമുക്ക് കാണാൻ വേണ്ടി അത്രയും ഉണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ. അടിപൊളി, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്നിട്ട് നന്നായിട്ട് ഉറങ്ങി, കാരണം അത്രയും ടയേർഡായിരുന്നു. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി പാറയിലൊക്കെ ഒന്ന് കറങ്ങാറിങ്ങി. കാരണം ഞങ്ങളിന്ന് ലാസ്റ്റ് ഡേ ആണിന്ന്. ഞങ്ങൾ നാളെ തിരിച്ചു പോകും.